നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പം ഞാനും യൂട്യൂബ് ചാനൽ നോക്കിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചിക്കൻ എടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ചിക്കൻ മസാലയൊക്കെ പുരട്ടി ഒന്ന് കുറച്ച് നേരം മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഒരു 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കാശ്മീരി മുളക് പൊടി നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചെറുതായിട്ട് ചതച്ച വെളുത്തുള്ളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയിലേക്കാളും കുറച്ചുകൂടെ കുറച്ചിട്ട് പുതിനയില ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് മസാലപ്പൊടി, ഓക്കെ, ഗരം മസാല ഒരിച്ചിരി ആവശ്യത്തിന്. ഗരം മസാല അളവൊന്നും എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ആഡ് ചെയ്യുക, ഓക്കെ. പിന്നെ അതിന് ശേഷം നമ്മളൊരു സ്പൂണ് 1-1.5 സ്പൂൺ തൈര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം കണ്ടോ നാരങ്ങ നീര്, നമുക്കൊരു പകുതി നാരങ്ങയുടെ നീര് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുക കേട്ടോ അതൊന്ന് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ അത് സ്ക്യൂസ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണ് കണ്ടോ. അപ്പം ഞാനതൊന്ന് ആദ്യമേ ഞാൻ നീരൊക്കെ എടുത്ത് വെക്കണമായിരുന്നു, പക്ഷേ പ്ലാൻഡ് അല്ലായിരുന്നു, അതുകൊണ്ടിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, അപ്പം ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മസാല ഇതിൽ പിടിപ്പിച്ച് നമുക്ക് കുറച്ച് നേരം അടച്ചു മാറ്റി വെക്കാം. അതിന് ശേഷം കണ്ടോ, സവോളയുണ്ട്, തക്കാളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്. ഇതിൽ ഞാൻ 2.5 സവോള എടുത്തിട്ടുണ്ട്. അതിൽ 1 സവോള നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട്, അതായത് ഇതിനാവശ്യമായിട്ട് ഉള്ള ഫ്രൈ അറിയാമല്ലോ, ഫ്രൈ ചെയ്തെടുക്കണമല്ലോ, അതിന് വേണ്ടി വെക്കാം. ബാക്കിയുള്ള 2 സവാളയും മറ്റു വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇനി ഒരു പാൻ വെക്കുക, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള, അതായത് നമ്മുടെ സവോള ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലാണോ അത് നിങ്ങൾക്ക് എടുക്കാം. അതോടെ എടുത്തിട്ട് അതിനകത്തോട്ട് സവോള ഇട്ട്, സവോള നല്ല രീതിയിൽ ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ചിക്കനിലും ചേർക്കാം, കുറച്ച് നമുക്ക് ദം ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല ഡെക്കറേറ്റ് ചെയ്യാനായിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് മാറ്റാം. ഈ എണ്ണ നമുക്കിനി ആവശ്യമുണ്ട് കേട്ടോ. കണ്ടോ, അടുത്ത് ഞാനൊരു പാൻ വെക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ബാക്കി വന്ന എണ്ണയും ഒഴിച്ച് വീണ്ടും കുറച്ച് സവോളയൊക്കെ ഇട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്കകത്ത് ഇങ്ങനെ ഒരു സവോള കിടപ്പുണ്ടെന്ന് നമ്മൾ അറിയരുത്. ആ രീതിയിൽ നല്ല പോലെ നമ്മളൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ടുകൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഒരു നുള്ളുപ്പ് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതൊന്ന് നന്നായിട്ട് പാകമായി വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ചിക്കനും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കും. എനിക്ക് ചിക്കൻ്റെ ആ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം ആ നേരത്തെ പോസായിപ്പോയി, ഞാൻ അറിഞ്ഞില്ല, ഓക്കെ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വേവിച്ച് നമ്മൾ എടുക്കണം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ സ്പൈസസ് ആഡ് ചെയ്തിട്ട് അതിൽ ഇപ്പോൾ 1 കപ്പ് ബസ്മതിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ വെള്ളം വെക്കുക. കുറച്ച് ഉപ്പ് ഇടുക. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെക്കുക. ഒരു 90% വേവിച്ചെടുക്കുക, ഓക്കെ. അപ്പം അതിനുശേഷം നമുക്ക് ദമ്മിടാം. അപ്പം എന്താണെന്ന് വെച്ചാൽ ദമ്മിടാനായിട്ട് നമ്മുടെ ചിക്കൻ്റെ പാത്രം തന്നെ എടുത്താൽ മതി. അതിനകത്ത് തന്നെ റൈസ് ഇട്ട് ദമ്മിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ദമ്മിടുമ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫ്രൈ ചെയ്ത് വെച്ച സവോളയും പിന്നെ കുറച്ച് പാലിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് അത് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2 ലെയറാക്കി ദം ചെയ്തെടുത്ത ബിരിയാണിയാണ്. ആ ഹോള് കാണിക്കുന്നുണ്ടോ ഞാൻ, അതിലെന്തേലും ഒരു മല്ലിയിലയോ എന്തെങ്കിലും വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതും റെഡി. അതിനുശേഷം എൻ്റെ മോള് അത് ടേസ്റ്റ് ചെയ്യുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. കണ്ടോ, അവൾ അത് ടേസ്റ്റ് ചെയ്യുവാണ്. അവൾക്കത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും മാർക്ക് ഇടുവാണെങ്കിൽ ഞാൻ അതിനൊരു 60-70% മാർക്ക് കൊടുക്കാം അല്ലേ. ആദ്യത്തെ ട്രൈ അല്ലേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഓക്കെ.